സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ സജീവമാണെങ്കിൽ കൂടി ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പങ്കെടുത്തതിന് ശേഷമാണ് ജാസ്മിൻ ജാഫറെ ആളുകൾ കൂടുതൽ അടുത്തറിയുന്നത്. കൊല്ലം സ്വദേശിനിയായ താരം ആ സീസണിലെ ഫൈനലിസ്റ്റായിരുന്നു. ബുദ്ധിപരമായി കളിച്ചിരുന്നുവെങ്കിൽ കപ്പ് ഉയർത്താൻ പോലും കഴിയുമായിരുന്നു. പക്ഷേ ജാസ്മിൻ്റെ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളും ഗബ്രിയുമായുള്ള സൗഹൃദവും വോട്ടിനെ ബാധിക്കുകയും 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ബിഗ് ബോസിന് ശേഷം വർക്കിനും മറ്റുമായി കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണ് താരം. ഇപ്പോഴിതാ ബേബിക്ക് ശേഷമുള്ള തൻ്റെ 2 വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജാസ്മിൻ. കഴിഞ്ഞ 2 വർഷം വളരെ പ്രയാസമേറിയ ഒന്ന് തന്നെയായിരുന്നു. ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നുവെന്നും ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു എന്നും ജാസ്മിൻ പറയുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ ബാഗേജ് 70% കുറഞ്ഞു. കുറേ കുറ്റബോധവും കൺഫ്യൂഷനും എല്ലാം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നമുണ്ടായാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഓടിച്ചാടി നടക്കുന്നത് കാണാമായിരുന്നില്ലേ എന്ന് ബീബി കണ്ടിട്ടുള്ളവർ എന്നോട് പറയുമായിരുന്നു. എൻ്റെ ജീവിതം കൊണ്ട് അങ്ങനെയായി ഞാൻ മാറിയതാണ്. കാരണം കടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്നും അടിയും ബഹളവും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ്ങായി മാറും. കരഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആകും. ബിഗ് ബോസിൽ നിന്ന് ഞാൻ പുറത്തു വന്ന സമയത്ത് ആളുകൾ പറയുമായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ഷോ കഴിഞ്ഞ് വന്ന ശേഷം യാത്രയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് ഉറക്കമില്ലായ്മ, ദേഷ്യം, സങ്കടം, ഇറിറ്റേഷൻ എല്ലാം എപ്പോഴും. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നി. പുറത്ത് പറയാൻ പറ്റില്ലല്ലോ, നാണക്കേടല്ലേ. മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വീട്ടിൽ ആരോട് പറഞ്ഞിരുന്നില്ല. ആര് ഫോൺ വിളിച്ചാലും എടുക്കാറില്ലായിരുന്നു. ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. സോഷ്യൽ മീഡിയ വേണ്ടെന്ന് വരെ തീരുമാനിച്ച സമയം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ സൈക്കോളജിസ്റ്റിനെ കണ്ട് തെറാപ്പി എടുത്തു. പക്ഷേ റിലീഫ് കിട്ടിയില്ല. ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കണമെന്ന് വരെ അയാൾ എന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ കാരണം ഒരാൾ ഭയങ്കരമായി വിഷമിച്ചു ബുദ്ധിമുട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വലിയ കുറ്റബോധം തോന്നി എനിക്ക്. ഞാനുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എല്ലാവരോടും വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുമായി നല്ല ടൈപ്പാണ് ഇപ്പോൾ. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. സുഹൃത്തുക്കളോടടക്കം എല്ലാം പറഞ്ഞ് സോറി പറഞ്ഞ് പൊരുത്തപ്പെട്ടു. 2 വർഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്നും ജാസ്മിൻ പറയുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. അവിടെ വെച്ചും സഹമത്സരാർത്ഥി ഗബ്രിയുമായി ജാസ്മിൻ സൗഹൃദത്തിലായി. അവർക്ക് പോലും അറിയാത്ത രീതിയിലേക്ക് ആ ബന്ധം വളരുകയായിരുന്നു. പ്രേക്ഷകർ